Celebrating 50 years. Majestic Jewelers. താനൂർ മൂലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടത്തിൽ വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്ക് പരിക്ക്. രാവിലെ 9 മണിയോടെ മൂലക്കൽ പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് അപകടം നടന്നത്. വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ താനൂർ മൂലക്കലിലെ പെട്രോൾ പമ്പിന് സമീപം വെച്ചാണ് അപകടം നടന്നത്. തിരൂരിൽ നിന്നും ചാലിയത്തേക്ക് പോവുകയായിരുന്ന കുക്കുഡൂസ് ബസ്സും പരപ്പനങ്ങാടിയിൽ നിന്നും തിരൂരിലേക്ക് വരികയായിരുന്ന ബിസ്മില്ല ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയാഘാതത്തിൽ ബസ്സുകളുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പരപ്പനങ്ങാടിയിൽ നിന്ന് വരികയായിരുന്ന ബിസ്മില്ല ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇന്ന് രാവിലെ മൂലക്കൽ വെച്ചിട്ട് 9 മണിയോട് കൂടിയിട്ട് വലിയൊരു ആക്സിഡൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. 2 ബസ്സുകൾ മുഖാമുഖം ഇടിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ നേരിട്ട് കാണാൻ സാധിച്ചത്. തിരൂർ ഭാഗത്തു നിന്നും ചാലിയത്ത് പോകുന്ന ഒരു ബസ്സും പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് തിരൂർക്ക് പോകുന്ന ബസ്സും കൂടിയാണ് കൂട്ടിയിടിച്ചത്. നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ വിദ്യാർത്ഥികളും ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ കൂടുതലുണ്ട്. എല്ലാവരെയും നാട്ടുകാരെന്നുള്ള നിലയിൽ ഞങ്ങളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നെ ബസ്സിന് അമിത വേഗതയായിരുന്നു. 2 ഓവർടേക്ക് ചെയ്തൊരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് വന്നിട്ടാണ് ആ പരപ്പനങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന ബസ് കയറിയത്. ഓവർ സ്പീഡിലായിരുന്നു 2 ബസ്സുകളും മുഖാമുഖം വന്ന് ഇടിക്കാനുള്ള കാരണം. ഒരുപാട് ആളുകൾക്ക്, അതിൽ വിദ്യാർത്ഥികൾക്കും പരിക്കുണ്ട്, നാട്ടുകാർ ആളുകൾക്കും പരിക്കുണ്ട്, ജോലിക്ക് പോകുന്ന ആളുകൾക്കും പരിക്കുണ്ട്. എല്ലാവരെയും അത് കിട്ടുന്ന വാഹനങ്ങളിലൊക്കെ നമ്മൾ മൂലക്കല ഹോസ്പിറ്റലിലും പിന്നെ അതേപോലെ അൽമാസിലുമൊക്കെ എത്തിച്ച പരിക്കുള്ള ആളുകളുണ്ട്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തിരൂർ ജില്ലാ ആശുപത്രിയിലും താനൂർ മൂലക്കൽ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രികളുമായി പ്രവേശിപ്പിച്ചു. ബസ്സുകൾ കൂട്ടിയിടിച്ച് റേഡിയേറ്റർ തകർന്ന് ഓയിൽ ലീക്കായതിനാൽ ഫയർഫോഴ്സ് എത്തി റോഡിൽ ഓയിൽ നീക്കം ചെയ്തു. അപകടം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാരാണ് പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ചത്.